ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താ വെച്ച് കഴിഞ്ഞാൽ തക്കാളി സാമ്പാറാണ് കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു 3 തക്കാളി, പിന്നെ വെളുത്തുള്ളി, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, ഉപ്പ്. ഇത് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലടിക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേന് നമ്മൾക്ക് 1 ടീസ്പൂൺ അരിപ്പൊടിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അധികം കട്ടകളൊന്നും ഇല്ലാതെ നല്ല ലൂസാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഉടച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറിക്ക് എത്രത്തോണ്ട് കട്ടി വേണം, ലൂസ് വേണം എന്നൊക്കെ ആ സമയത്ത് നോക്കണം കേട്ടോ. എന്നിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം നല്ലപോലെ തിളയ്ക്കാൻ വെക്കണം കേട്ടോ. നമ്മുടെ കറിയൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി വറുത്തിടാം. അതിനായിട്ട് കടുക്, ഉലുവ, ചന്തമുളക്, അതുപോലെ കറിവേപ്പില ഇതിട്ടിട്ട് നമ്മൾ കറി താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വെച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ കറി ഇഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും അതുപോലെ വടയുടെ കൂടെയൊക്കെ നമുക്ക് സൈഡായിട്ട് കഴിക്കാൻ പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ.